പക്ഷേ ഇവിടെ വന്നിരുന്ന് ഈ വർത്താനം പറയുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ വർത്താനം പറയുമോ? ഐശ്വര്യയുടെ അടുത്ത് അങ്ങനെ പറയുമോ? ഇങ്ങനെയൊക്കെ പറയാം, ഇടയ്ക്കൊക്കെ ബുദ്ധിജീവി സംസാരമൊക്കെ സംസാരിക്കും. അപ്പൊ ഐശ്വന് മനസ്സിലായില്ലെങ്കിലും എന്ന് പറഞ്ഞ് കേട്ടിരിക്കും. സത്യമാണോ? കൂടുതലും കമ്മ്യൂണിക്കേഷൻ ഐശ്വന്റെ അടുത്ത് നടത്താറുണ്ടല്ലേ? അവള് പാർട്ടാണ് നമ്മുടെ വർക്കിൽ. ഇപ്പം നമ്മുടെ അസിസ്റ്റൻസ് ആണെങ്കിലും ഇവളാണെങ്കിലും മ്യൂസീഷ്യൻസ് ആണെങ്കിലും എല്ലാം ഒരു സോണിലാണ് നമ്മുടെ വർക്ക് സ്പേസ് ഒക്കെ. വീട്ടിൽ തന്നെയാണ് വർക്ക് സ്പേസ്. അപ്പോൾ വന്നിട്ട് അപ്പം ഇവള് എപ്പോഴും ആ ഡിസ്കഷന്റെ ഭാഗമാകും. ഇനി തിരക്കിൽ പെട്ടുപോകുന്ന സമയത്ത് ചില നേരത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ വരാറുണ്ട്. പക്ഷെ ഞാൻ ഐ മേക്ക് ആൻ എഫേർട്ട്, എങ്ങനെയെങ്കിലും ഒന്ന് അവളെ അപ്ഡേറ്റ് ചെയ്ത് ഇതൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള അപ്ഡേഷൻ ഞാൻ എപ്പോഴും കൊടുക്കാറുണ്ട്. ചില നേരത്തെ അവൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല, അവൾക്ക് അവളുടേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ആ സമയത്ത് ഞാൻ ചിലപ്പം ഒരു ഫിലിമിൻ്റെ വർക്കിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലൊക്കെ ആയിരിക്കും. ആ സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും. ഇല്ലെങ്കിൽ ഷീസ് ഓൾറെഡി നമ്മുടെ സെയിം പേജിലായിരിക്കും. നമ്മൾ ഈ ഡിസ്കഷൻ എപ്പോഴും വരാറുണ്ട്. ഇനി നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന പടം, ഈ സിനിമ എങ്ങനെയാണ്, നമ്മളെ എങ്ങനെയായിരിക്കും പൊസിഷൻ ചെയ്യാൻ പോകുന്ന, ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ എടുക്കണോ, ഇത് നമുക്ക് ഹാംഫുൾ ആണോ. ചില സിനിമയൊക്കെ നമുക്ക് വലിയ പരിക്കൊന്നും തരൂല, കരിയർ വൈസ് നമുക്കൊരു അങ്ങനെ ഒരു പ്രശ്നം തരൂല. നല്ല സോങ്സ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, അതിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കരുത് കരിയർ വൈസ്. അപ്പോൾ അതൊക്കെ നമ്മൾ സംസാരിക്കും. ചില നേരത്തെ എൻ്റെ ജഡ്ജ്മെൻറ്റ് ചിലപ്പം റോങ് ആയിരിക്കും, പക്ഷെ ഐഷ ചിലപ്പോൾ അതൊന്ന് ഓൺ പ്ലേസ് ആക്കും, ഒന്ന് ചാനലൈസ് ചെയ്യും. ബുദ്ധിജീവി, ശരിക്കുള്ള ബുദ്ധിജീവി ഐഷയാണല്ലേ? ബുദ്ധിജീവിയാണ്, ഇല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കില്ലല്ലോ. അതാണ് കണ്ട, അത് ബുദ്ധിപരമായ തീരുമാനം. പക്ഷെ ബുദ്ധിയുണ്ട് കേട്ടാ, തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഐഷയാണ് അല്ലേ? അതെ അതെ, എന്ത് വർക്കിന്റെ ആണെങ്കിലും ഇപ്പൊ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടേ ഓക്കെ പറയാറുള്ളൂ. ഐശ്വര്യ അടുത്ത് നിന്നൊരു എസ് കിട്ടിയാലേ ഞാൻ ചിലത് നോ പറയുകയാണെങ്കിൽ ഇക്കത് നോ ആയിട്ട് തന്നെ അവരോട് പറയാറ്. അതിനൊക്കെ ഉള്ള പിന്തുണ, ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതുവഴി എല്ലാം ചിന്തിച്ചിട്ടേ പറയുള്ളൂ, വെറുതെ നോ പറയില്ല. ഇക്കാക്കൊരു ബുദ്ധിമുട്ടാവരുതെന്ന് ഓർത്തിട്ടായിരിക്കും നോ പറയുന്നത്. എസ് ആണെങ്കിലും അതിന്റെ പോസിറ്റീവ് സൈഡ് എല്ലാം നോക്കി ഒരു തീരുമാനം എടുക്കും. കാരണം നമ്മൾ ചില നേരത്ത് മ്യൂസിക്കലി നമ്മൾ ഇമോഷണലി ആയിരിക്കും എല്ലാ ഡിസിഷനും എടുക്കുന്നത്. ചില നേരത്തെ ഒരു റോ ആയിട്ട് ഒരാൾ അൺഅപ്പോളജറ്റിക് ആയിട്ടൊരു ഡിസിഷൻ ചിലപ്പം ഇവളുടെ സൈഡിൽ നിന്നായിരിക്കും വരിക. ഇതല്ല, ഇത് നമുക്ക് ഇങ്ങനെ പോകണം. സോ ദെൻ ഐ വിൽ ഓൾസോ അണ്ടർസ്റ്റാൻഡ്. അത് മിക്കപ്പോഴും ഒരു 99% മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് ഡിസിഷൻ എടുക്കുന്നത്. സിനിമയുടെ അത് ചെയ്ത് കഴിയുമ്പം എല്ലാം കഴിഞ്ഞ് ആദ്യം കാണിക്കൂട്ടെ എനിക്ക്, അപ്പം പറയും ലോക്കൽ പൾസിന്റെ ഇതറിയണമെങ്കിൽ ഇവിടെ ബാക്കി വെക്കും ഫൈനൽ കട്ട് കാണിക്കാനായിട്ട്. ദർശന സോങ് നമുക്ക് അതൊന്ന് പാടിയിട്ട് നമുക്ക് ബാക്കി. നീ പോകും വഴിയിൽ വരം കാത്തു നിന്നു, ഒരു നോക്കു നൽകാതകന്നു നീ, ഓർക്കുന്ന നേരം കനലാണു നെഞ്ചിൽ, മറുവാക്ക് ചൊല്ലാത്തതെന്തേ, ഏതൊരാഴത്തിൽ മൂടി വെച്ചാലും അഴകേ, മനസ്സു തേടിയെത്തുന്നു നിന്റെ ഈ പുഞ്ചിരി, നീയാമഴലായി നിരന കാത്തു ഞാൻ ദർശന, സർവം സദാ നിൻ സൗരഭം ദർശന, എൻ ജീവന സായുജ്യം ദർശന, സ്നേഹാമൃതം എന്നിലേറു ദർശന. ദർശനയ്ക്ക് ഗുണപ്പെട്ടു, ഹൃദയത്തിന് ഗുണപ്പെട്ടു, ഹിഷാമിന് ഗുണപ്പെട്ടു. ഇത് ഐഷാമായിരുന്നേ കൊള്ളായിരുന്നല്ലേ? ഐഷ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചില്ലല്ലേ? ദർശന മതി. എല്ലാവർക്കും ഗുണപ്പെട്ടൊരു പടമാണ്, ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ഗുണപ്പെട്ടൊരു പടമാണ്. ആ സമയത്ത് ഒരു ലിഫ്റ്റിംഗ് വേണമായിരുന്നു, കൊറോണ കഴിഞ്ഞിട്ടുള്ളൊരു ടൈം. അപ്പോൾ അതൊരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു. ഞാൻ ഹിഷാമിനെ ആദ്യം കാണുന്നതും ആ സിനിമ FDFS കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു മൊമെന്റിലാണ് നമ്മൾ കണ്ടുമുട്ടിയത്. ഒരുപക്ഷെ ഞങ്ങളുടെ ഹൃദയം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു സ്പേസ് ആയിരുന്നു. അത് വിനീതിനോട് ചോദിക്കുമ്പോൾ തന്നെ വിനീതും അത് ഇമോഷണലായിട്ടാണ് ഹിഷാമിനെ അന്ന് കണ്ടതിനെ കുറിച്ചൊക്കെ പറയുന്നത്. അത് തന്നെയല്ലേ ശരിക്കൊരു ബ്രേക്ക്? ഹിഷാമ എൻ്റെ അടുത്ത സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. ഒറ്റ കരച്ചിലായിരുന്നു. തീർച്ചയായിട്ടും നിസ്സംശയം പറയാം ചേട്ടാ. ഒരു പക്ഷെ അതിന് മുമ്പ് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ. ഈ പ്രിപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയില്ലേ. ഇപ്പം ഞാൻ എപ്പോഴും ഐശ്വര്യോട് പറയും, നമ്മൾ ഇനി അടുത്ത ആഗ്രഹിക്കുന്ന ഒരു സിനിമയിലേക്ക് എത്താൻ, അല്ലെങ്കിൽ അടുത്തൊരു പ്രോജക്റ്റിലേക്ക് എത്താൻ, അല്ലെങ്കിൽ
നമുക്ക് ഇന്നതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രോജക്റ്റിലേക്ക് എത്താൻ ചിലപ്പോൾ ഒരു 2-3 ഇയേഴ്സ് വെയിറ്റ് ചെയ്യണം. അത് ചിലപ്പോൾ ഉടനെ സംഭവിക്കില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്ന സിനിമകൾ നമ്മുടെ പ്രിപ്പറേഷനാണ്. അപ്പം എനിക്ക് ഹൃദയം എന്ന് പറയുന്നത് ഒരു പ്രിപ്പറേഷൻ. അതിന് മുമ്പ് ഞാൻ ചെയ്ത സിനിമകളൊക്കെ അതിലേക്ക് എത്താനുള്ളൊരു പ്രിപ്പറേഷനായിട്ടാണ് ഞാൻ കാണുക. പക്ഷെ തികച്ചും ഹൃദയമാണ്. എന്താ പറയുക, അത്രയും വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു അക്ലെയിം വരിക, എന്നെ തേടി അവാർഡുകൾ വരിക, മറ്റ് ഭാഷകളിൽ നിന്ന് അവസരങ്ങൾ വരിക, നമ്മുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് കുറേ കുട്ടികൾ വരിക. അപ്പം ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആ സിനിമ കൊണ്ട് മാത്രം സംഭവിച്ചാണ്. അതിലൊക്കെ ഉപരി കുറേ നല്ല പാട്ടുകൾ മലയാളത്തിലേക്ക് നമുക്ക് സമ്മാനിക്കാൻ പറ്റുക എന്നൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് കാരണം എനിക്കിപ്പം മലയാളത്തിൽ ഞാൻ ചെയ്ത പാട്ടുകൾ എടുത്ത് നോക്കുമ്പോൾ എപ്പോഴും ഹൃദയം എനിക്ക് ഏറ്റവും നെഞ്ചോട് ചേർത്ത് പറയാൻ പറ്റുന്നതാണ്. ഒന്ന് കൈതപ്രം തിരുമേനി എഴുതിയ ലിറിക്സ്, ഒരുപാട് സിംഗേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, ഉണ്ണിമേനോൻ സാർ തൊട്ട് ചിത്ര ചേച്ചി, ശ്രീനിവാസ് സാർ, അങ്ങനെ കുറേ അധികം സിംഗേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ ഇന്നോ നാളെയോ ഇവിടുന്ന് മരണപ്പെട്ടു പോയാലും, ഞാൻ ഈ ലോകം വിട്ടു പോയാലും ഈ ഹൃദയം എന്ന് പറഞ്ഞ ആൽബം എന്നെന്നും നിലനിൽക്കും. അതിൻ്റെ ഓഡിയോ കാസറ്റും അതിൻ്റെ CD യും അതിൻ്റെ ഗാനങ്ങൾ എന്നെന്നും നിലനിൽക്കും. അപ്പോൾ അത് വരും തലമുറയ്ക്ക് അതൊരു എപ്പോഴും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അതാണ് ഞാൻ എപ്പോഴും നോക്കിക്കാണുന്നത്. ഐഷുവിൻ്റെ വോയിസ് ഉണ്ടായിരുന്നില്ല അതിനകത്ത്. ആക്ച്വലി തിയേറ്ററിൽ ഫൈനൽ മിക്സിലാണ് ഞാൻ അറിയുന്നത്. അത് ഫസ്റ്റ് തുടങ്ങുന്നത് ഇവളുടെ വോയിസ് വെച്ചിട്ടാണ്. അപ്പോൾ അത് നന്ദി വിനീതേട്ടനോട് പറയണം. അങ്ങനെ ആ ഒരു പ്ലേസ്മെന്റ്, അത് ചിലപ്പോൾ വിനീതേട്ടൻ അത് ഫിലിമിന് വേണ്ടിയിട്ടുള്ള പ്ലേസ്മെന്റ് ആയിരിക്കും. പക്ഷെ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ വൈഫിൻ്റെ വോയിസ് അവിടെ കേൾക്കാന്ന് പറയുമ്പോൾ എനിക്കതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കൈതപ്പന സാറ് മനസ്സേ സോങ്ങിനെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സേന്ന് എഴുതിയിട്ട് പിന്നെന്താ എഴുതേണ്ടതെന്ന് ആലോചിച്ചു. അപ്പോൾ വീണ്ടും മനസ്സേന്ന് എഴുതാതെ വേറെ എന്താ വെക്കേണ്ടത്, അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന വേറൊരു വാക്ക് കിട്ടിയില്ല. അപ്പം അത് വെച്ചപ്പോൾ ഭയങ്കര രസമായിട്ട് എന്നെ മനസ്സേ വന്നിട്ടുണ്ട്. ഹിഷാം മോൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് സാർ പറയുന്നുണ്ട്. അത് ഭയങ്കര അപ്രീസിയേഷൻ അല്ലേ. തിരുമേനി എനിക്ക് തോന്നുന്നു എൻ്റെ ഒപ്പം എനിക്ക് സംവദിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മണിക്കൂറുകളോളം സംഗീതത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കാൻ പറ്റുന്ന വേറൊരു ടെക്നീഷ്യൻ എനിക്ക് തോന്നുന്നില്ല. ഇപ്പം വിനീതേട്ടനൊക്കെ ആയിട്ട് നമ്മൾ ഇരിക്കും, നമ്മൾ എത്രയോ മുന്നുള്ള ആൽബംസും എല്ലാത്തിനെയും കുറിച്ച് സംസാരിക്കും. എനിക്കന്ന് അതുപോലെ ഇത്രയും എനർജി ഉള്ള ഒരു, ഏത് രാത്രിയിലാണെങ്കിലും സംശയം എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടെങ്കിൽ വിളിച്ചോ മോനെ എന്ന് പറഞ്ഞാൽ വിളിക്കുക. കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പം ഉറങ്ങാൻ കിടക്കുന്നുണ്ടാവും. പക്ഷെ ഒരു 12:30 ആകുമ്പോൾ തിരുമേനി എന്നെ വിളിച്ചിട്ട് പറയും, ഹിഷാം ആ ഒരു കറക്ഷൻ പറഞ്ഞില്ലേ, ദേ ഇന്ന പിടിച്ചോ, ഒരു 3 ഓപ്ഷൻ പറയും. അപ്പം തിരുമേനിക്ക് അത് തീർക്കാണ്ട് ഒരിക്കലും തിരുമേനിക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പം എനിക്ക് തോന്നുന്നു അവർ വരുന്ന ഒരു അവരുടെ ഒരു സ്കൂൾ ഓഫ് സിനിമയുണ്ടല്ലോ. അതായത് ഇരിക്കുക, എല്ലാവരും കൂടി ഇരുന്ന് കമ്പോസ് ചെയ്യുക, ലിറിക്സ് എഴുതുക, റെക്കോർഡ് ചെയ്യുക. ആ ഒരു പ്രോസസ്സ് ഇപ്പം ഇല്ല നമുക്ക്. നമ്മളെല്ലാം പല സ്ഥലത്ത് നിന്ന് കമ്പോസ് ചെയ്ത് സിംഗറിനെ പിന്നെ അറേഞ്ച് ചെയ്ത് റെക്കോർഡ് ചെയ്യുക, അങ്ങനത്തെ ഒരു പ്രോസസ്സാണല്ലോ. അപ്പം ഇവരുടെ ഒരു സ്കൂള് വേറൊരു സ്കൂളാണ്. അപ്പം അത് ഭയങ്കര എൻജോയ് ചെയ്ത ഒരു പ്രോസസ്സാണ്. അതെ, ഇപ്പം മിന്നൽവള ഹിറ്റാവുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ദേ എന്നെ വിമർശിക്കുന്നവർക്ക് ദേ വീണ്ടും ഒരു സംഗതിയും കൂടെ കൊടുക്കാൻ പറ്റിയെന്നുള്ളൊരു ഹാപ്പിനെസ് ഇല്ലേ. ഇതിലൊരു അത്ഭുതം എന്താ വെച്ചാല്, ലജ്ജാവതി എന്ന് പറഞ്ഞൊരു സോങ് തിരുമേനിയാണ് എഴുതുന്നത്. അപ്പം ഇപ്പൊ മിന്നൽവള എന്ന് പറഞ്ഞൊരു ട്രാക്ക്. അപ്പം തിരുമേനി ശരിക്കും ഈസ് എ വണ്ടർ ആണ് തിരുമേനി. അത് ഭയങ്കര രസമുള്ള ഒരു പ്രോസസ്സാണ്.